ഒരു സ്പോർട്സ് ഇഞ്ചുറി, അതായത് ഒരു ആംഗിൾ സ്പ്രെയിൻ, അല്ലെങ്കിൽ നീ ഇഞ്ചുറി, അല്ലെങ്കിൽ ഒരു എൽബോ ഇഞ്ചുറി കളിക്കുന്നിടക്ക്, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിടക്കൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഐസ് വെക്കേണ്ടതുണ്ടോ? പഴയ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈസ്, അതായത് റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലവേഷൻ, ഈ ഒരു 4 സ്റ്റെപ്പായിരുന്നു ഏത് സ്പോർട്സ് ഇഞ്ചറിയിലും ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം ഇപ്പോൾ ഐസിനെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഐസ് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്കുള്ള സർക്കുലേഷൻ കുറയും, ഈ നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സ് ഡിലേ ആകും എന്നുള്ളതാണ് പുതിയ കൺസെപ്റ്റ്. അപ്പം പുതിയ കൺസെപ്റ്റ് പ്രകാരം പീസ് ആൻഡ് ലവ്, അതാണ് ആദ്യത്തെ 3 ഡേയ്സിൽ പീസ്, അതായത് പ്രൊട്ടക്റ്റ്, എലവേറ്റ്, അവോയ്ഡ് എന്ന സൈഡ്, അതായത് ആ വേദന സംഹാരികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, കംപ്രസ് ആൻഡ് എഡ്യൂക്കേറ്റ്. ആദ്യത്തെ 3 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് ലവ്, അതായത് ലോഡ്, അതായത് ആ വെയിറ്റ് പരിക്ക് പറ്റിയ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ലോഡ് കൊടുക്കുക. പിന്നെ ഉള്ളതാണ് ഒപ്റ്റിമിസം, ഓ ഈസ് ഒപ്റ്റിമിസം, ഒപ്റ്റിമിസം ഫോർ പേഷ്യൻറ്റിന് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഉള്ളതാണ് വി, വാസ്കുലറൈസേഷൻ, ആ മൂവ്മെൻറ്റ്, ജെൻറ്റിൽ മൂവ്മെൻറ്റ്സിലൂടെ ആ ഏരിയയിലേക്ക് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ലാസ്റ്റ് പ്രൊസീജിയറാണ് എക്സസൈസ്, അതായത് ഗ്രാജുവലി ചെറിയ രീതിയിലുള്ള മൊബിലൈസേഷൻ എക്സസൈസ്, ഏത് ജോയിൻറ്റിനാണോ പരിക്ക് പറ്റിയത് ആ മൂവ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരും. അതിന് കൂടെ ആ ജോയിൻറ്റിന് ചുറ്റുമുള്ള മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് കൂടി ചെയ്യുക. അതിലൂടെ നമുക്ക് ഭാവിയിൽ ആ പരിക്ക് വീണ്ടും വരാതിരിക്കാൻ സഹായിക്കും.